ഗൈസ് എല്ലാവർക്കും മിച്ചസുണ്ട് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സർവൈവൽ ചാലഞ്ച് ആയിട്ടാണ്. സർവൈവൽ ചാലഞ്ച് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൈസ്, കുറേ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളൊക്കെ വലിയ ലോങ് നെയിൽസ് വെച്ചിട്ട് വീഡിയോസും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു എനിക്കിത് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അതുകൊണ്ട് ഞാൻ എന്ത് വാങ്ങിച്ചു ഗൈസ്, കുറച്ച് വാങ്ങിച്ചു. എത്രണ്ണം? 240 പീസ് ഗൈസ്. ഉദ്ദേശിച്ചിട്ട് വാങ്ങിയല്ലേ ഗൈസ്. ഇത്ര വലിയ നെയിൽസ് ഇത്ര പീസിലേ വരുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത്ര ഒന്നും വാങ്ങില്ല. കാരണം നമ്മളാരും നെയിൽസ് ഒന്നും ഉപയോഗിക്കൂലല്ലോ. സാധാരണ കാണിച്ചിടത്ത മൂക്കിന്റെ അത്ര വലുപ്പുണ്ട് ഈ നെയില് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും വലുത് അതാ അച്ഛൻ വലുത്. അത് ഇതാണ് ഏറ്റവും വലുത്. ഓ ഇത് പറഞ്ഞ മിൻസിന്റെ ഒരു ഇന്റെ നഖത്തിന്റെ വലുപ്പമൊക്കെ ഇന്റെ നഖം പിന്നെ കുറച്ച് മിൻസിന്റെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓ നഖം ഇന്റെ ഒരു വെല്ലിന്റെ അത്ര ഉണ്ട് ഗൈസ്, കണ്ടോ? യാ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സർവൈവിങ് 24 hours വിത്ത് ലോങ് മോൺസ്ട്രസ് നെയിലാണ് ഗൈസ്. കണ്ട വലിയ ആന നെയിലാണ്. പക്ഷെ ആദ്യം നമുക്കിത് ഒട്ടിക്കണം ഗൈസ്. ഒട്ടിക്കാൻ ഇവിടെ ഗ്ലൂ ഇല്ല. എന്നിട്ട് കാക്കറിന് സൂപ്പർ ഗ്ലൂ ഒട്ടിക്കാൻ. സൂപ്പർ ഗുഡ് ഐഡിയ അല്ലേ? നല്ല ഗുഡ് ഐഡിയ. പിന്നെ അങ്ങനെ നമ്മൾ സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചു ഗൈസ്. ഇനി നമ്മൾ മാനിക്യൂർ ടൈം ആണ് ഗൈസ്. പെഡിക്യൂർ മാനിക്യൂർ. അപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് പെഡിക്യൂർ മാനിക്യൂർ വേണം. എന്ത് അതൊക്കെ പറ്റും. ഇതൊക്കെ ആവുമല്ലോ ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഗ്ലൂ. തുറന്നോ തുറക്കാൻ കഴിയില്ല ഗൈസ്. ഇതാണ് നമ്മുടെ കളേഴ്സ്. ഞാൻ പറഞ്ഞുതരാം. ടോക്കോയ്സോ ഗൈസ്, ഇത് ടോക്കോയ്സ് ആണ്. ഇത് റോയൽ ബ്ലൂ ആണ്. ഇത് ഇത് പിങ്ക് ആണ്, ഹോട്ട് പിങ്ക് ഗൈസ്. ഇത് ഗ്രീൻ. ഇത് നിയോ ഒരു മാറ്റ് ടൈപ്പ് കളർ. ഇത് വെള്ള ഗൈസ്, വെള്ള ഗൈസ്. ഇത് പശ ഗൈസ്. ഇത് തുറക്കാൻ കിട്ടില്ല ഗൈസ്. ഗൈസ് സക്സസ്ഫുള്ളി കാക്കൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ ഞാൻ 4 വട്ടം തുറന്നു പല്ലോട് ഗൈസ്. ഗൈസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പല്ലോ മഞ്ഞ പല്ലിന്റെ കുട്ടി ഞാൻ പറയുന്നത് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോണ തലമ്പക്ക് കയറ്റാൻ പറ്റില്ല. തലപ്പക്ക് കയറ്റി ഒരു മിനിറ്റ് കളിക്കല്ലേ. ഞാനല്ലല്ലോ കളിച്ചത്, ഇജല്ലേ കളിച്ചത്. നഖം പുതിയ വളരെ പറിച്ചണ്ടാ പൊട്ടിച്ച. പിന്നെ കൈ പോയ പിന്നെ എനിക്ക് എന്താ ഉള്ളത്? കുറച്ച് കഴിഞ്ഞ് ഒരു മിനിറ്റ് കൈയൊക്കെ എന്ത് കൈ പൊട്ട. ഞാൻ ഈ സാധനം കൂടി ഇട്ട് അതിന്റെ പൊട്ടിച്ചു കണ്ടോ? നമുക്ക് എന്താ അറിയോ, ഇജി പണ്ട് വീഡിയോ സൂപ്പർ അങ്ങനെ ഒഴിവാക്ക. അതപ്പ ചെയ്യാ സീല്ല. എന്തായാലും ഒട്ടിപ്പോയി. അത് നമുക്ക് റിവേഴ്സ് കെമിസ്ട്രിയോളജി ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ മിൻസെന്തോ ചോദിച്ചാ ഇപ്പൊ കറക്റ്റ് വാമ്പയർ എല്ലാം ഒട്ടിച്ചോ? ഓ ഗൈസ്, അങ്ങനെ ഒരു വീഡിയോ ഒട്ടിക്കാൻ തന്നെ എത്ര സമയം എടുത്തു അറിയാം നിങ്ങൾക്ക്. എങ്ങനെ ഫുഡ് കഴിക്കുക, എങ്ങനെ ബാക്കി കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ച പോലെ അത്ര ഹാർഡ് അല്ലാന്ന് എനിക്ക് ഈ കൈട്ടപ്പോ ചെറുതായിട്ടൊന്ന് തോന്നി. കാര്യം ലൈക്ക് ഇപ്പൊ കീസൊക്കെ എടുക്കുമ്പോ ലൈക്ക് നമുക്ക് ഈ ഭാഗം കൊണ്ട് എടുക്കാം. അപ്പോൾ എനിക്ക് ബ്ലാക്ക് ഇടാണെന്ന് ആഗ്രഹം. പക്ഷെ കാക്കോടെ ഒരു റെയിൻബോ വാങ്ങിച്ചോണ്ട് നമുക്ക് ഇടാം ഗൈസ്. അങ്ങനെ നമ്മുടെ മിൻച ഇവിടെ ഫുൾ സെറ്റ് ആയി വന്നിരിക്കണം. മിൻച ഓക്കേ അല്ലേ? സെറ്റ് അല്ലേ? എന്താ മിൻച അത്? ചാടിക്കാൻ പോവാ. ഇന്ന് മിൻചക്ക് ഫുൾ ഇന്റെ കാണിച്ചെടുക്കും മിൻച. ഓ മൈ ഗോഡ് ഗൈസ്, നമുക്ക് പാളി എന്താ എന്താ തളഞ്ഞു മിൻച.
ഇതിങ്ങനെ തിളങ്ങ ഒരു ഗ്ലിറ്ററിങ് വരിക. ഗൈസ് ഇത് ആരട്ടത് പറയും. ഇതാ ഞാന് ഗൈസ് നിനക്ക് ഞാൻ ഒന്ന് കാണിച്ചു കാണിച്ചു കൊടുക്ക് ശരിക്കും ഒന്ന് കാണിച്ചു കൊടുക്കേ ഗൈസ്. അപ്പൊ നോക്കാം അപ്പൊ ഇങ്ങനെ ഇത് സംഭവം എന്താ പറ്റിയ നമ്മളെ വൺ ടൈം ഇടാൻ വേണ്ടി ഏറ്റവും വില കുറഞ്ഞത് ദാരിദ്ര്യാവും നമ്മൾ അറിഞ്ഞില്ല. ഞാൻ ആദ്യം കണ്ടപ്പോ ഗ്ലിറ്റർ മക്കടെ ഓടി നോക്കിയപ്പോ 250 അപ്പൊ നമുക്ക് ഓരോ വിലന് 250 ഒരു 1500 സംതിങ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു വളരെ വില കുറഞ്ഞെടുക്കാന്ന്. എനിക്ക് ഇഷ്ടമായി ഗൈസ് ബ്ലാക്കിനെ കാട്ടി. ഒന്നാമത് എന്റെ ഔട്ട്ഫിറ്റ് ഭയങ്കര ഡൾ കളേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഗൈസ് എനിക്ക് ആരെയാ ഓർമ്മ തന്നെ ഈനിഡ് മനസ്സിലായ. യെസ് ഗൈസ് അങ്ങനെ എന്താ മിൻസ് ഞാനിതാ ഇറങ്ങിക്കട ഗൈസ്. ഓ ഇച്ച് പിടിക്കട സാധനം കാണിച്ചെടുക്ക്. യെസ് ഗൈസ് നോട്ടെ. ഓ അപ്പൊ ഗൈസ് ഇപ്പഴാണ് നമ്മളെ വ്ളോഗ് തുടങ്ങുന്നത്. ഇത്രയും നേരം ഇതന്നെ ഞാൻ ഇത്രയും നേരം കാക്കോട് തുറന്ന ഗ്ലാസ് കാക്ക തുറന്ന കാരണം ഇന്തൊക്കെ ഗൈസ് എനിക്ക് ചെയ്യാൻ കഴിയൂല. മിൻസ് നമ്മള് കഫേയിൽ വന്നിരിക്കാണ്. എനിക്ക് നല്ല മടിയുണ്ട്. നല്ല മടിയാണ്. എനിക്ക് നല്ല മടി. കാരണം നമ്മൾ UK US ആണെങ്കിൽ എനിക്ക് ഒരു മടി. ഞാൻ വീഡിയോ തുടങ്ങി ഫസ്റ്റ് സോ വാട്ട് മീൻസ് കേരള നമ്മൾ എന്ത് ഓർഡർ ചെയ്ത് നോക്കിയിരിക്കാണ്. കേരള പീപ്പിൾ ജഡ്ജ് ചെയ്ത് കാണിച്ചത് എന്താ എന്താ പൈ മാത്രം എന്താ പൈൻ മാത്രമുള്ളത്. എന്താ പൈൻ മാത്രമുള്ളത് കീറല്ലേ. അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. നമ്മൾ സാധനങ്ങൾ പറഞ്ഞുതരാം. അങ്ങനെ നമ്മൾക്ക് എന്താ പറയാ പെരി പെരി സംതിങ് പെരി പെരി ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ നമുക്ക് ക്ലബ് സാൻഡ്വിച്ച് ഉണ്ട് ഗൈസ്. അതെ ഗൈസ് നമുക്ക് ലൈം ഉണ്ട്. അത് ഗൈസ് ഇത് പൈനാപ്പിൾ. ഇതെന്താണ്? ഇത് ലൈമാണ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോവാണ്. സുഖാണ് ഗൈസ്. വിചാരിക്കണം അത്ര പണിയാണെന്ന്. അത്ര പണിയൊന്നുമില്ല. വലിയ കൈ വെച്ച് മിൻസ തിന്ന് കാണിച്ചാ പോണേ. ഓ മൈ ഗോഡ് ഇതാണ് എന്റെ ചാലഞ്ച്. ഇതെന്താ ചിക്കാ ഒരു മിനിറ്റ് ഭയങ്കര വലിപ്പം കൂടുതലാണ്. പകുതിയാക്കാൻ പറ്റുമോ? ഫ്രഞ്ച് ഫ്രൈസ് എടുക്കാം ഗൈസ്. ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഈസി എങ്ങനെയുണ്ട്? ഫ്രഞ്ച് ഫ്രൈസ് കുഴപ്പമില്ല. ഇത് കഴിക്കാനാണ് പാട്. അല്ലത് മിൻഷ ഇത് ട്രൈ ചെയ്യാൻ പോണേ. യു ക്യാൻ മിൻഷ കാണിച്ചോർക്ക്. യെസ് ഗൈസ് മിൻഷ പുതിയൊരു ടെക്നിക്ക് കണ്ടുപിടിച്ചു. മിൻഷ അങ്ങനെ വേണ്ട കാണിച്ചെടുക്ക്. ഫ്രഞ്ച് ഫ്രൈസ് തിന്നാനുള്ള ടെക്നിക്കാണ് കാണിച്ചെടുത്താ. യെസ് ഗൈസ് ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കുത്തുക. ഓ എൻ്റെ അമ്മ പോയി കുറച്ച് പണി മിൻഷ. ഇതിൽ ഒന്നുമ്പോ കുത്ത് നേരത്തെ കുത്തല്ലേ നഖം പൊട്ടിച്ചത് വരെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു തീറ്റ കഴിഞ്ഞപ്പോ തന്നെ എന്റെ കൈമത്തെ എത്ര അറിയ ഗൈസ് പൊട്ടിയത്. പക്ഷെ ഞാൻ വിചാരിച്ചത് പോരൂല കാരണം അത്ര വേദനയൊന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു അത് ഞാൻ അത്ര ഒട്ടിച്ചിട്ടില്ല. ഒട്ടിച്ചത് നല്ല രീതിയിൽ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് അത്ര ഒട്ടിയിട്ടില്ല. പക്ഷെ അത് രണ്ടും കാക്കന്റെ പോക്കറ്റ്. നമുക്ക് എന്തായാലും സൂപ്പർ മാർക്കറ്റിലേക്ക് നമ്മൾ സാധനങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്. നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് പകുതി ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. കാക്കൊക്കെ തിന്നാണ്. എനിക്ക് തിന്നാൻ പറ്റില്ല ഗൈസ്. കണ്ടോ നമ്മുടെ നാണം ഗൈസ്. എനിക്ക് നാണുണ്ട്. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. നല്ലതാണ് കാരണം കൊറേ ആൾക്കാർ ഇങ്ങനെ നോക്കും. അതന്നെയാണ് ചാലഞ്ച്. അതൊക്കെ നാണുണ്ട്. പിന്നെ ക്ലബ് സാൻഡ്വിച്ച് തിന്നു. യോ ഗൈസ് അങ്ങനെ നമ്മള് മിൻഷക്കുട്ടി സൂപ്പർ മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. സെറ്റല്ലേ? പക്ഷെ അത് മിൻഷ കൊത്തി പിടിച്ച് നടക്കാണ്. എന്നിട്ട് മിൻഷ നമ്മളിവിടെ പോലെ ഓരോ മിൻഷ എപ്പോഴൊന്നും കറണ്ട് പോയി. മിൻഷ നാളെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കറണ്ട് മിൻഷക്കല്ല സുഖം. കറണ്ട് പിന്നെ ഭയങ്കര സന്തോഷത്തിലല്ല. മിൻഷ നോട്ടെ സാധനം കാണിച്ചെടുക്ക്. സങ്കടായി. അങ്ങനെ നമ്മളിപ്പോ എടുത്തത് മുട്ടായിന്റെ സെക്ഷനിലാണ്. ഇതിൽ എന്താ ചെറുക്ക അതൊക്കെ ഓൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. ലബുബുവിന്റെ എന്താ
എന്റെ ഫാൻസ് ഒന്നും ഇല്ല മിനിച്ചോടെ കൈ തരാന് കൈ തരണ്ട ആരും ഞാൻ എനിക്കിത് എനിക്കിത് മനക്കൊന്ന് വാങ്ങിച്ചു ഗൈസ്. പക്ഷെ എനിക്ക് മറ്റേ എന്തോ പോപ്പറ്റ് പോലത്തെ സാധനം എനിക്ക് എന്റെ ഫ്രണ്ട്സിനൊക്കെ എന്ത് കിട്ടിന് ഗോൾഡൻ ബാറ്റ്മാൻ കിട്ടിന്. ഗോൾഡൻ ബാറ്റ്മാൻ ഉണ്ടോ? എന്തൊരു സ്നേഹം. എന്തൊക്കെയാ അവളെ കാണിക്കണ എന്റെ അമ്മേ സൈക്കോ മിനിച്ച. ബിസ്കോഫ് ആണോ കിൻഡർ ജോയ് ആണോ? എത്ര പ്രായാലും നമുക്ക് മനസ്സിലാവില്ല കിൻഡർ ജോയിന്റെ സ്നേഹം എനിക്ക് മാറൂല. രാത്രി 2 മണിക്കാണ് ഇതാക്കല്. മമ്മി എന്താ പറയുക ചെയ്തത്, കിച്ചണിന്റെ ചവിടുത്ത് മമ്മിന്റെ തലേന്റെ അടി കൊണ്ടുവച്ചു. പിന്നെന്താ ഇതൊക്കെ എടുക്കാൻ പറ്റുണ്ടല്ലോ മിൻഷ. നിനക്ക് എടുക്കാൻ പറ്റും, എനിക്ക് തിന്നാൻ മാത്രം പറ്റുന്നില്ല. 368 അതിന്റെ വില നോക്കിയതാ. എന്താ ഒന്ന് കഴിഞ്ഞ 2 വക്കടി അവിടെ. പക്ഷെ നല്ല ഡീല ഒന്നുകൂടി എടുക്കാം. ഞാൻ കിൻഡർ ജോയ് ഇത് വെച്ചോ. എന്നാലും ഒന്നെടുക്കാൻ പറ്റുള്ളൂ. കിൻഡർ ജോയ് എടുക്കാൻ പിന്നെ മറ്റു കൊടുക്കുക. എന്തത് എത്തുണ്ട് ഗൈസ്. അതിനോടിച്ചോ. ചേച്ചി രസമുണ്ടോ? കുറച്ചൊക്കെ വീഡിയോ കാണേ. ഇൻസെക്യൂരിറ്റി പോയിരിക്കാണ്. ഇൻസെക്യൂരിറ്റി കേസ് അത് ഭക്ഷണം കഴിക്കുമ്പോ വേറെ അത് മോത്തൊക്കെ കുത്തി എനിക്ക് അങ്ങോട്ട് ഗതി സത്യം പറഞ്ഞാൽ നല്ല ഗതിട്ടു. സാൻഡ്വിച്ച് നല്ല ഗതിട്ടു. എനിക്കത് അതിന്റെ ഇടയിൽ കൂടെ മറ്റേ ലൈമ് പോയി മേത്തൊക്കെ ചിന്തിയാണ്. എനിക്കൊരു സന്തോഷമായി ഗൈസ്. കാരണം എനിക്ക് പിടിക്കാൻ കഴിയത്തോണ്ട് അങ്ങനെ ചിന്തി. സൈക്കോ വിൻസ മാന്തി മാന്തി നടക്കണേ. പക്ഷെ ബില്ല് കാണിച്ചിരിക്കും. ബില്ല് കാണിച്ചിരിക്കും. എന്തോളെ കഴിഞ്ഞു അയാൾക്കെന്നെ പേടി. എന്തോ അയാളെന്നെ കണ്ട് പേടിച്ചു വിൻസ. കുത്തിയാലോ? യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ മിൻസ് അവിടെ ഗൈസ്. മിൻസ് ഹൗ ഈസ് യുവർ ജീവിതം ഗൈസ്? അങ്ങനെ നമ്മള് വൈകുന്നേരം കഴിഞ്ഞപ്പം രാത്രിയായി. രാത്രി ഇപ്പൊ സമയത്ത് ഗൈസ് 8:10 ഗൈസ് സമയം. ഓ മൈ ഗോഡ്. ടൈപ്പ് ചെയ്തിട്ട് ഇനി നാളെ രാവിലെ വരെ ഇങ്ങനെയുണ്ട്. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ രാത്രി ഇങ്ങനെ ഉറങ്ങിയാണ് എനിക്ക് ചൊറിയണമെന്നൊക്കെ തോന്നിയാലോ? തുറക്കാനൊക്കെ പുതിയ സെറ്റപ്പ് ഉണ്ട് പറഞ്ഞേ. അങ്ങനെ ഗൈസ് നമ്മളെ കയ്യെ കൊട്ടിച്ചു. അത് കാണിച്ചെടുക്ക് അല്ലേ? കാണിച്ചത് നേരെ കാണിച്ചതാ. യെസ് ഗൈസ്, പിന്നെ റീക്രിയേറ്റ് ചെയ്ത് നമ്മള്. ഓക്കെ, അപ്പൊ പൊട്ടിക്ക സെറ്റ്. അല്ല മിനിച്ച നഖം കളയണ്ട. മിനിച്ച നഖം കളഞ്ഞാണല്ലോ നഖം ഇങ്ങനെ വീങ്ങി ചോന്ന് പുതിയ നഖം വരും. ഓക്കെ യെസ്, ആകെ 3 സാധനം പഠിച്ചിട്ടുള്ളൂ. ഡിൻഡർ കോയ് ഇതിലെനിക്ക് ഗോൾഡൻ കിട്ടിയാലും മിനിച്ച മേത് കിൻഡർ ജോയിന്റെ പ്രൊമോഷൻ ആവും ഗൈസ്. ഗൈസ് ഇതൊന്നും കണ്ടണ ആരും വാങ്ങാൻ നിക്കണ്ട. എന്താ പല്ലൊക്കെ വെച്ച് പൊട്ടിച്ചേ? അത് ശരി. ഓക്കെ, ഇനി എങ്ങനെ പൊട്ടിച്ചു? എന്തൊരു ജീവിതല്ലേ മിൻസ. അപ്പൊ ഇത്രയും വലിയ മറ്റേ വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വലിച്ചതാക്കിയോ? ഓ മിൻസ ഒരു സംഭവം. അതാ ഇവിടെ സാധനം എന്താ കിട്ടി? ഇതിന് സാധനം തന്നെ ഇല്ലേ? അതെന്താ അത്? മിൻസതെന്താ ആണോ? ഇതെന്താ മിൻസ സാധനം? തീപ്പൊരിയോ? പവർ റേഞ്ചേഴ്സോ? ഇതിനടുക്കോ? ഇത്രയും സാധനങ്ങൾ ഉണ്ടായിട്ട് ഇത്രയും ഇതാണ് പറഞ്ഞ ഗോൾഡ്. എനിക്ക് കിട്ടിയത് ഇതാണ്. ഇതിന് മുന്നേ എനിക്ക് ഏതാ കിട്ടിയത്? ഇതിന് മുന്നേ എനിക്ക് ഇതാ കിട്ടിയത്. ഇത്രയും അവസാനത്തെ അതും
സാധനം കഴിഞ്ഞ മുന്നേ ഇതേപോലത്തെ സാധനം കിട്ടുന്നത്. ഒരു ഗോൾഡ് പോയി കിട്ടിയില്ല. ഇജവിടെ കൊറേ മറച്ചിട്ടില്ലേ അതിലുണ്ടാവുന്നടി. എടി പൊട്ടത്തി എനക്ക് ഇങ്ങനെ എടുത്തോക്കി കുലുക്കി അറിയാൻ പറ്റില്ല. ഇങ്ങനെ തല ഇങ്ങനെ കുലുങ്ങണ അല്ലേ പൊട്ടത്തി ഒന്നും നോക്കാതെ അവിടെ പണ്ടൊക്കെ മറച്ചിട്ടില്ലേ പിന്നെ എങ്ങനെ. അങ്ങനെ ഇനി നമ്മൾ ഐസ്ഡ് കോഫി ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ഇനി മിൻഷ ഇൻ കിച്ചൺ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് വിത്ത് ലോങ് നെയിൽസ് ഗൈസ്. അപ്പോൾ ആന്തനെ എന്താ ഓക്കെ ഗൈസ്, ആന്തനെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അല്ല ഗൈസ് അപ്പൊ മിൻസ് എന്താ ചെയ്യണെന്ന് ലോങ് നെയിൽസ് കൊണ്ട് ഐസ്ഡ് കാരമൽ കോഫി ലാറ്റെ മാങ്ങാത്തൊടി ഉണ്ടാക്കാൻ പോകും. ഇതിന്റെ ഉള്ളിലാണ് സോൾട്ടഡ് കാരമൽ ഉള്ളത്. കാരണം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ മൂവ് ചെയ്യാൻ പാടില്ല ഗൈസ്. ഒരു തുള്ളി പോലും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഗൈസ്. അങ്ങനെ കുറെ റൂൾസ് ഉണ്ടായാലും ഇത് ഇങ്ങനെ തന്നെ നിക്കുള്ളൂ. അതിലൊരു തുള്ളി വെള്ളം വീണ പിന്നെ കഴിഞ്ഞ കഴിച്ചിന്റെ കഥ. അതെ ഗൈസ് എടുക്കാൻ കിട്ടുന്നില്ലേ. പിന്നെ ഇതിനുള്ളിലാണ് മിൻസിന്റെ സാധനങ്ങളൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ എടുക്കും അങ്ങനെ തന്നെ. ഓഹോ നല്ല അപ്പോൾ ഇതിലാണ് നമ്മുടെ നഖൊന്ന് പോയിട്ടേ ഞാൻ അടങ്ങുള്ളൂ. കിട്ടൂലേ അതാ ബൂസ്റ്റ് വെച്ചുണ്ടാക്കിക്കോ. ബൂസ്റ്റ് വെച്ചിട്ടൊന്നും ആരും ഉണ്ടാക്കൂല കോഫി. ബൂസ്റ്റ് കോഫി ലാട്ടി. അയ്യോ പറ്റിച്ചേ. തുടക്കം തന്നെ പരാജയമാണ്. വീട്ടില് എല്ലാരും ഈ ഒരു ഇതേ ഉപയോഗിക്കുള്ളൂ. ഒരു കപ്പിന് ഇത്ര മതി. പക്ഷെ ഗൈസ് ഞാൻ ഭയങ്കര കയ്പുള്ള കോഫി കുടിക്കുന്ന ആളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് കയ്പുള്ള കോഫി. അപ്പൊ ഞാൻ സാധാരണ ഉപയോഗിക്കല് ഇതിന്റെ ഇത്ര വലിപ്പമുള്ള പാക്കറ്റും പിന്നെ ഈ ഒരു പാക്കറ്റും. ഇന്നെന്തെയും ഇപ്പൊ എന്റെ ഒരു പാക്കറ്റിലെ കുഴപ്പമില്ല, നമുക്ക് ലൈറ്റ് കോഫി ഉണ്ടാക്കാം. എനിക്ക് ഭയങ്കര കയ്പുള്ള കോഫിയാണ് ഗൈസ് ഇഷ്ടം. എനിക്ക് എന്തുകൊണ്ട് അറിയില്ല, വീട്ടിലത്തെ ആർക്കും ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അല്ല സുനാപ്പിയുടെ ഷെയ്ക്ക് കാണിച്ചില്ല. ഏത് മറ്റേതാ? അതൊന്നല്ല, വേറെ കാണാത്ത സാധനം സർപ്രൈസ് ആയിട്ട് തന്നെ ഇവിടെ കിട്ടോ എടുത്തു തരാം. അങ്ങനെ തന്നെ നമ്മളെ സാധനം കൊണ്ട് മിൻസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. സാധനം എനിക്ക് കാണിച്ചു ഗൈസ്. കണ്ടോ ഇതിന്റെ ബാക്കിൽ സാധനമാണ്. പക്ഷെ അത് ഞാൻ മിൻസക്ക് കാണിച്ചിട്ടില്ല. മിൻസ റെഡി അല്ലേ? കാണല്ലേ നോക്കല്ലേ. റെഡി റെഡി എന്താണ് അവിടെ നിക്ക്? മിൻസത് ആക്രമിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. മിൻസ് അണ്ണാൻകുട്ടിയാണോ നമ്മളെ മിൻസക്കുട്ടി കാണിച്ചെടുക്കാൻ നമ്മളെ മിൻസ കഴിക്കാതെ അണ്ണാൻകുട്ടിയാണ് ഗൈസ്. ഇത് മിൻസ ഇതിന് ജീവല്ലാത്ത സാധനമാണ്. കുറച്ച് ജീവനേ ഉള്ളൂ. പകുതി കൊന്നാണ്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. ഓട്ടോമാറ്റിക് മിക്സിംഗ് അപ്പാ. യെസ് ഓട്ടോമാറ്റിക് മിക്സിംഗ് കപ്പാണ്. അപ്പൊ നിക്ക കാണിച്ചിട്ട് വെള്ളത്തിലെ മക്കല്ലേ, ആ വെള്ളത്തിലാ വെച്ചിക്കണ പൊട്ടത്തി. യെസ് ഗൈസ് തുറന്നുറക്കാം. മിൻസക്ക് തുറക്കാനുള്ള കഴിവില്ല പാവം. അതെ ഗൈസ് ആ കഴിവൊക്കെ ഈ സാധനം വെച്ചോട് കൂടി പോയി. എനിക്ക് പിന്നെ ഗൈസ് ഇത് ഞാൻ മിക്കവാറും ഇങ്ങനെ പൊളിച്ചല്ലേ ഞാൻ ഇത് പൊട്ടിക്കണ സാധനമാണ് അപ്പൊ നമ്മൾ തുടങ്ങാൻ പോവാണ് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സാധാരണ ഞാൻ ചെയ്യല് ഈ ഒരു സാധനത്തിലാണ് ഗൈസ്, ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ. അത് ഞങ്ങൾക്ക് പറഞ്ഞു ഗൈസ്. ഞാൻ ആദ്യം എന്ത് ചെയ്യും ഗൈസ്, ഞാൻ കോഫി പൊട്ടിക്കും. എന്നിട്ട് ഞാൻ ഇപ്പൊ ഇതിക്കാണ് ഇടല്, പക്ഷെ ഞാൻ സാധാരണ ഇതിക്കാണ് ഇടല്, ഇതിക്കാണ് ഗൈസ് ഞാൻ ഇടല്. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഓ മൈ ഗോഡ് ഗൈസ്. പക്ഷെ അതെ ഗൈസ് എന്റെ വീട്ടിൽ നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം. പക്ഷെ എനിക്ക് എന്തോ അറിയില്ല, എനിക്ക് കുറച്ചേരം ഇട്ടോണ്ടാണ് തോന്നുന്നുണ്ട് കുറച്ച് ശീലായി ഗൈസ്. ഇപ്പൊ അത്ര തിന്നാൻ മാത്രമേ കുഴപ്പമുള്ളൂ ഗൈസ്. അത്ര ഇറിറ്റേഷൻ തോന്നുന്നില്ല. അതെ ഗൈസ്. അപ്പോൾ നമ്മൾ സാധാരണ ഇതിക്കാണ് ഇടുക. ഇനി നമ്മൾ എന്താണ് ഇടാൻ പോകുന്നത്, നമ്മൾ പഞ്ചസാരയാണ് ഇടാൻ പോകുന്നത്. ആ കുട ഉണ്ടാവും. ദിസ് ഇസ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ഗൈസ്, ദിസ് ഇസ് ഇന്ത്യ. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ സ്പൂൺ എടുത്താൽ നമ്മൾ ഒരു അര ടീസ്പൂൺ
ഗൈസ്റ്ററാണ് നമ്മൾ എടുത്തുക്കണത്. ഇത് വേദന ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ടു ഗൈസ്. അപ്പൊ അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ ചൂടാക്കി. ആ ഇതല്ലേ പ്ലാസ്റ്റിക് ഗൈസ്. നമ്മൾ നല്ല ചൂട് വെള്ളം നമ്മൾ ഒഴിക്കാൻ പോണ ഒരു ഇത്ര മതി. കുറച്ച് ഇനിയാണ് കാക്കാന്റെ മെയിൻ സാധനം. കാക്കത് വർക്കായില്ലെങ്കിൽ ഗൈസ് ഞാൻ പറയട്ടെ, ഇതൊക്കെ നമ്മൾ ശരിക്കും എയില ഒഴിച്ചിട്ടുണ്ടാവുക, നമ്മൾ ഇതിലാണ് ഒഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഞാൻ എന്ത് ഇതിലാണ് ഞാൻ ഫുള്ള് ഒഴിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ഇത് ഒഴിച്ചാണ് ഞാൻ നല്ലൊരു 5 മിനിറ്റ് ഞാൻ അടുത്ത് ഷേക്ക് അടിച്ചേ ഗൈസ്. നല്ല ഞാൻ ഷേക്ക് ചെയ്ത് ഞാൻ അങ്ങ് ഇല്ലാതാവും. കറങ്ങുന്നുണ്ട് ഗൈസ്, കറങ്ങുന്നുണ്ട്. സംഭവം പാളി ഗൈസ്. സംഭവം ഒന്നും പാടിയിട്ടില്ല. നമ്മളിത് ഞാൻ പറഞ്ഞ കുറച്ച് പാല് കാരണം നാലം പോലെ ആ തിരിയുമ്പോ തട്ട് എന്താ പറയണേ. അപ്പൊ നമ്മളെ പ്രശ്നല്ലേ ഗൈസ്, ഇതിന്റെ സാധനം തട്ടണ്ടേ നല്ലതാവുള്ളൂ. ഇത്ര അത് ഞാൻ കുലുക്കിയാക്കിയതാ. ഞാൻ ഇവിടെ നിന്ന് ഒരേ കുലുക്കലേ ഗൈസ്. ഇനി പൊട്ടത്തിൽ തീക്ക് ഒഴിക്കുന്നുണ്ടോ കണ്ടോ മണ്ടത്തി കേട്ടോ. ഇതിന് അന്തല്ലേ കൈസ് മാക്കാച്ചി തലേ പൊട്ടത്തി എന്ത് അടുത്തും കൂടി പൊട്ടിച്ചോ ഒന്നോ ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒരു പണിയുമില്ല. നല്ലൊരു പഞ്ചസാരൊക്കെ ഇതിലാ കിടക്കുന്നത്, വേറെ ഒരു കുഴപ്പമില്ല. എന്തിനാ വെള്ളം തപ്പണം? ആദ്യം ഇതിക്ക് വെള്ളം ഒഴിച്ചോളൂ എക്സ്ട്രാ. അപ്പൊ തട്ടുവരല്ലോ മണ്ടത്തിയെ. മണ്ടത്തിനെ ഒരു മാക്കാച്ചി ഇനി ആരെങ്കിലും എന്നെ കാണുമ്പോ മാക്കാച്ചി തലയെത്തിന്ന് വിളിച്ചാ ഞാൻ എന്റെ തല കൊണ്ടേ പൊട്ടിക്കുക. അങ്ങനെയൊന്നും വിളിക്കരുത്. മാൻ പവർ ഉപയോഗിച്ചത് കുൽക്കാൻ പോവാണ്. എന്താ തുറന്നരാലോ? അയ്യോ കാക്ക പ്ലീസ്, സിറപ്പ് ആകെ കുറച്ചോളൂ. കൊറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. തുറക്കലാണോ? പറയണ്ടതാ പൊട്ടത്തെ. കുട്ടുമ്പോ കൂട്ടുന്ന ആദ്യം ഈ വെള്ളം നീ കൊയിച്ചിന് മിക്സ് ആവില്ല പൊട്ടത്തെ. വെണ്ടത്തി കേട്ടോ. ഇതിപ്പോ ദീ കൊയ്ക്കണ ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, അത് ദീ തൽക്കാലത്തിന് ഞാൻ എന്റെ ഒറിജിനൽ റെസിപ്പി എന്റെ ഒരു ഓട്ടോമാറ്റിക് മാക്കാച്ചിത്താരി തന്നെ വെച്ചിട്ട് പറ്റിട്ട് കാര്യമില്ല. സാധനം കിടന്നു എന്തായാലും അഞ്ഞു വെച്ചിട്ട് കാര്യമില്ല പൊട്ടത്തി കുലിക്കാൻ മടിച്ചു. ഇജേ ഇപ്പൊ മനസ്സിലല്ല ആരമാക്കാച്ചിത്താന്ന് കൈസ്. ഇത് നീക്കിട്ട് കാണ്ടേ ഇന്നെന്താ കാട്ടുക? ഇജങ്ങ എടുക്കുക. വരലുണ്ടല്ലോ, എടുത്തെടുത്തോ. അതാ ഉഷ ഇത് ചെന്ന കുടിച്ചട്ടോ. കൈയില്ലാത്തോണ്ടാ ഇച്ചിരി കൈയില്ലാത്ത കഴിവേറിയായി ഗൈസ്. എന്തായാലും ഇന്ന മെഷീന് പറഞ്ഞ കാരണം വെച്ചാൽ ആകെ ഒരു തുള്ളിയുള്ളത്, ആ തുള്ളി കൈ തന്നെ പോയി. വേറെ വേസ്റ്റ് കൂട്ടും. കണ്ടോ ഇപ്പൊ കറങ്ങുന്നുണ്ട് കണ്ടോ, ഇങ്ങനെ എടുത്ത് ഉപയോഗിക്കുക കണ്ടോ. ഉപ്പ് കറങ്ങുന്നുണ്ട് കണ്ടോ. ഇത് പതഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നിന്നു. കേടെത്തി പോയി പോയി അടിച്ചു പോയി കണ്ടോ. ഇപ്പൊ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സുനാപ്പി അതിന് ചാടി പോയി. ഇജ് വെച്ച കറക്റ്റല്ല, ഇജ് വെച്ച കറക്റ്റല്ല. തലം റെഡി ആവട്ടല്ലേ. എന്താ ഇന്ന് എടുക്കത്? എന്താ എന്റെ കഥ? ഇതെങ്ങനെയാ പഠിച്ചത്? ഇജന്നെ കുടിച്ചിട്ടതൊക്കെ കണ്ട കണ്ട. ഇതെന്താ സയൻസ് എക്സ്പെരിമെന്റോ? പൊട്ടത്തിൽ ഇതൊക്കെ പാടെ കോളാക്കുന്നുണ്ട് കൈ. ഇങ്ങനെയാണ് ഇന്നലെ കഴിച്ചു. ഇന്നലെ എനിക്ക് രാത്രി ഒരു കോൾ ഇട്ടോ കേക്ക ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയത് കുടിക്കാൻ പാടാ വെച്ചേ. എന്തോ ഭയത്തിനെ വേണ്ട പറഞ്ഞു. എന്നിട്ട് അത് ഈ പൊട്ടത്തി ഉണ്ടാക്കിക്കണേ. ഇങ്ങനെ ഈ സാധനം കൊണ്ട് ഇന്ന് കേട്ടുണ്ടാക്കിയത്. അപ്പൊ ഉണ്ടാക്കിയപ്പോ ഒരു കുഴപ്പമില്ല. മൂത്രക്ക് ഊരി തെറിച്ചുണ്ട്. എന്റെ പഠിച്ചോനെ എന്തോ കുഴപ്പമുണ്ട്. ഞങ്ങൾക്കല്ല അനക്കാ കുഴപ്പം. എന്റെ മൂതിരം കാണിച്ചിട്ട് വാട്ട് സൈക്കോ. അപ്പൊ കറങ്ങാൻ തുടങ്ങി കണ്ടോ. അത്ര ഉള്ളു പണി. ചെയ്യിച്ച് തുടങ്ങണ്ട. ഇതിലാറ ഞാൻ ഉണ്ടാക്കിയത്.
ഇതാണ് നിന്റെ സുര വെച്ചത്. ഞാൻ ശരിക്കും കിട്ടും ഒക്കെ നീ കിട്ടും. എന്നിട്ട് വെള്ളം എക്സ്ട്രാ വെച്ചത് ഇത് രസം ഉണ്ടാവില്ല. എന്നിട്ട് കൈ കിട്ടും. യെസ് ഗൈസ് കണ്ടോ ഗൈസ് കണ്ടോ പതഞ്ഞ് ഇത്രത്തി ഗൈസ് ഇതൊക്കെ AI ആണ്. ഞാൻ ഹ്യൂമൻസ് ഉണ്ടാക്കിയാലേ റെഡി ആവുള്ളൂ. ഇത് കണ്ടോ ഗൈസ് പതഞ്ഞത് ഇത്രയായി. ആകെ ഒരു തുള്ളി ഉള്ളത് ഇതിൽ. എന്നിട്ട് ഇത്ര പകുതി വെള്ളം വെച്ചിരിക്കണേ. ആര് ചോദിച്ചു? ജനൽ വെച്ച്. ആ കണ്ടോ തുള്ളി അല്ലേന്ന്. ആ എന്തായാലും ജനൽ വെച്ച്. പ്രശ്നം എന്താ വെച്ചാൽ കയ്യും ഇല്ല കാലും ഇല്ല. എന്നിട്ട് ഇതാണ് സാധനം. ഓ ഇതാണ് ഇതെന്താ മറ്റേ ഷാർജ ഷെയ്ക്കോ? ശരിക്കും ഞാൻ പറഞ്ഞുതരാം. ശരിക്കും ഇതില് ഫുള്ള് പാലേക്കും. ശരിക്കും ബ്രൗൺ അടിയിൽ ഒരു ഡാർക്ക് ബ്രൗൺ പിന്നെ ഇങ്ങനെ ഒരു എഫക്ട് പക്ഷെ കുടിക്കാൻ ഞാൻ പറഞ്ഞുതരാം. സ്പൂണോണ്ട് കുടിച്ചു വെച്ചതല്ലേ. സ്പൂണോണ്ട് കുടിച്ചാൽ പോകണം. മിനിച്ചെന്നിട്ട് മിനിച്ചേനെ റിവ്യൂ പറയും. കുടിച്ചിട്ടുണ്ടെന്നാണ്. ഓ ഇത് എത്ര ടേസ്റ്റിയാ. അപ്പൊ കാശ് നിങ്ങൾ അല്ലാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേണമെന്നില്ല നിർബന്ധമല്ല, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അപ്പോൾ അത്ര ഗൈസ് ഫീഡ്ബാക്ക് അറിയിക്കുക, കുടിക്കുക, ഫീഡ്ബാക്ക് ഞാൻ ഫിംഗറിന്റെ വ്ളോഗൊക്കെ മാറിയപ്പോ കുട്ടുമ്പോ വ്ളോഗ് ആക്കി. നിങ്ങൾ ഗൈസ് ലോങ് നെയിൽസ് ഒക്കെ ട്രൈ ചെയ്തൊക്കെ ഗൈസ് W ലോങ് നെയിൽസ് വീഡിയോ ഒരു കിഡ്നോ കിടക്കാച്ച് W ലോങ് നെയിൽസ് ആയിരുന്നു. വീണ്ടും ഒരു കിള്ളം കിടക്കാച്ചിരിക്കും. ബൈ.